എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അശ്വതി രജീഷ്. അങ്ങനെ നമ്മുടെ വെയിറ്റ് ലോസ് ചലഞ്ചിന്റെ 9th ഡേയും കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു ആഴ്ച നമ്മൾ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് രീതിയിലാണ് ഡയറ്റിംഗ് ചെയ്യുന്നത്. ഈ ഒരു ഡയറ്റിംഗ് രീതിയിൽ 8 മണിക്കൂർ ഭക്ഷണം കഴിക്കുന്നതും അതുപോലെ തന്നെ 16 മണിക്കൂർ ഫാസ്റ്റ് ചെയ്യുക, ഈ ഒരു രീതിയാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ ഞാൻ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് രാവിലെ 9 മണിക്ക് ഭക്ഷണം കഴിച്ച് തുടങ്ങി വൈകിട്ട് 5 മണിക്ക് അവസാനത്തെ ഭക്ഷണം കഴിച്ച് നിർത്തുക എന്നുള്ള രീതിയാണ്. പൊതുവെ വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ്, ഈ സമയത്ത് ഏതൊക്കെ വെജിറ്റബിൾസ് കഴിക്കാം, ഏതൊക്കെ പഴവർഗ്ഗങ്ങൾ കഴിക്കാം, പ്രോട്ടീൻസ് ഏതൊക്കെ കഴിക്കാം, വെജിറ്റേറിയൻസ് ആണെങ്കിൽ അവർക്ക് പ്രോട്ടീൻസ് എവിടെ നിന്ന് കിട്ടും, ഇങ്ങനെ ഒരുപാട് സംശയങ്ങളാണ് ആളുകൾക്കുള്ളത്. പക്ഷെ നമുക്ക് എല്ലാ കാര്യങ്ങളും കൂടി ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ സാധിക്കില്ല. നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് ഓരോ വീഡിയോസിലും ഈ കാര്യങ്ങൾ സംസാരിക്കാം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഏതൊക്കെ പച്ചക്കറികളാണ് നമുക്ക് ഈ ഒരു വെയിറ്റ് ലോസിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നത് എന്നുള്ളതാണ്. പച്ചക്കറികൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിൽ ഒന്നാമത്തെ കാര്യം ലോ കാലറി ഫുഡ് ആയിരിക്കണം ഓർ വെജിറ്റബിൾ ആയിരിക്കണം എന്നുള്ളത് തന്നെയാണ്. രണ്ടാമത്തെ കാര്യം ഹൈ ഫൈബർ കണ്ടന്റ് അടങ്ങിയിരിക്കണം എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം നമ്മളെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസും മിനറൽസും ഒക്കെ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്ന പച്ചക്കറികളായിരിക്കണം. സോ ഈ ഒരു രീതിയിലുള്ള കുറച്ച് പച്ചക്കറികളെയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിൽ ഒന്നാമത്തത് കുക്കുർബിറ്റേസിയ ഫാമിലിയിൽപ്പെട്ട എല്ലാതരം വെജിറ്റബിൾസും നിങ്ങൾക്ക് വെയിറ്റ് ലോസിനായിട്ട് ഉപയോഗിക്കാം. മത്തങ്ങ, കുമ്പളങ്ങ, പടവലം, ചുരയ്ക്ക, പാവയ്ക്ക, പീച്ചിങ്ങ, വെള്ളരി, കോവയ്ക്ക, സുക്കിനി, കക്കിരി, ഇത്തരത്തിലുള്ള എല്ലാ വെജിറ്റബിൾസും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതിന്റെ ഗുണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ കുറച്ച് കാലറി മാത്രമേ ഇതിൽ അടങ്ങിയിട്ടുള്ളൂ. അതുപോലെ ഫാറ്റും വളരെ കുറവാണ്. മിക്ക പച്ചക്കറികളിലും 90 മുതൽ 95% വരെ വെള്ളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ വയറ് ഫുൾ ആവുകയും വിശപ്പ് കുറയുകയും ഓവർ ഈറ്റിംഗ് പ്രിവെന്റ് ചെയ്യുകയും ചെയ്യും. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം നല്ല രീതിയിൽ ഫൈബർ കണ്ടന്റും ഇതിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ നല്ല രീതിയിൽ വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ കെ, ഫോളേറ്റ്, പൊട്ടാഷ്യം, മാഗ്നീഷ്യം ഇവയെല്ലാം ഇത്തരം പച്ചക്കറികളിൽ അടങ്ങിയിട്ടുണ്ട്. ഇവയിൽ മിക്കവയും നാച്ചുറൽ ഡയൂറിറ്റിക്സ് ആണ്. അതുകൊണ്ട് തന്നെ ശരീരത്തിലെ ടോക്സിൻസിനെ പുറന്തള്ളാനും ശരീരത്തിന്റെ വാട്ടർ വെയിറ്റ് പെട്ടെന്ന് തന്നെ കുറയ്ക്കാനും അതുവഴി വെയിറ്റ് ലോസിന് സഹായിക്കാനും ഇത്തരം പച്ചക്കറികൾക്ക് കഴിയും. രണ്ടാമതായിട്ട് ഉൾപ്പെടുത്തേണ്ടത് ഇലക്കറികളാണ്. ചീരയില, മുരിങ്ങയില, തഴുതാമയില, കറിവേപ്പില, മല്ലിയില, പുതിനയില, അങ്ങനെ പിന്നെ പാലക്ക്, ഇതുപോലെ പലതരത്തിലുള്ള ഇലക്കറികൾ നിങ്ങളെ ചുറ്റുപാടിൽ നിന്നും കിട്ടുന്ന എഡിബിൾ ആയിട്ടുള്ള എല്ലാതരം ഇലക്കറികളും നിങ്ങൾക്ക് ഉപയോഗിക്കാം. സാധാരണ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഒക്കെ വരുന്ന സമയത്ത് ഡോക്ടർമാർ നമ്മളോട് അഡ്വൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ് മിക്ക ദിവസങ്ങളിലും ഭക്ഷണത്തിൽ ഇലക്കറികൾ ഉൾപ്പെടുത്തണം എന്നുള്ളത്. അതിന്റെ പ്രധാന കാരണം ഇതിൽ ഹൈ എമൗണ്ട് അയേണും വൈറ്റമിൻസും മാഗ്നീഷ്യം പോലുള്ള മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുപോലെ ഇതിൽ കലറി വളരെ കുറവാണ്, എന്നാൽ ഫൈബർ റിച്ചുമാണ്. കഴിച്ചാൽ പെട്ടെന്ന് തന്നെ വയറ് നിറയുകയും അതോടൊപ്പം ന്യൂട്രീഷൻ റിച്ച് ആയതുകൊണ്ട് തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വെയിറ്റ് ലോസും നമുക്ക് ഇതുകൊണ്ട് ലഭിക്കും. മൂന്നാമത്തത് ബ്രൊക്കോളിയാണ്. വെയിറ്റ് ലോസിന്റെ കാര്യത്തിൽ സൂപ്പർ ഫുഡ് എന്ന് നമുക്ക് ഇതിനെ വിളിക്കാം. ഇതൊരു ലോ കാലറി ഹൈ ഫൈബർ ഫുഡാണ്. അതുപോലെ തന്നെ വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ കെ, ഫോളേറ്റ്, പൊട്ടാഷ്യം, കാൽഷ്യം ഒക്കെ റിച്ച് ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണിത്. ഫാറ്റ് ബേണിങ്ങിന് നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. 90% വാട്ടർ ആണ്. മറ്റ് വെജിറ്റബിൾസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പ്രോട്ടീൻ കണ്ടന്റ് വളരെ കൂടുതലാണ് ബ്രൊക്കോളിക്കുള്ളത്. ഇതുപോലെ ഒരുപാട് ഗുണങ്ങൾ ബ്രൊക്കോളിക്കുണ്ട്. നാലാമത്തത് ക്യാരറ്റ് ആണ്. ക്യാരറ്റും ലോ കലറി ഹൈ ഫൈബർ ഫുഡ് തന്നെയാണ്. ഇതിന് നാച്ചുറൽ ആയിട്ടുള്ള ഒരു മധുരം ഉള്ളത് കൊണ്ട് തന്നെ ഷുഗർ ക്രേവിങ്സ് ഒക്കെ ഉള്ള ആളുകൾക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ കൂടിയാണ് ക്യാരറ്റ്. വൈറ്റമിൻ എ റിച്ച് ആണ് ക്യാരറ്റ് എന്ന് എല്ലാവർക്കും അറിയാം. അതോടൊപ്പം പൊട്ടാഷ്യം പോലുള്ള മിനറലുകളും ഇതിൽ ധാരാളമായിട്ടുണ്ട്. 85% വെള്ളമാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. അതോടൊപ്പം നിങ്ങളുടെ സ്കിന്നിന്റെ ഗ്ലോ വർദ്ധിപ്പിക്കാനും കണ്ണുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കുന്നു. അഞ്ചാമത്തത് ക്യാപ്സിക്കം ആണ്. ഇതൊരു ലോ കലോറി വെജിറ്റബിൾ ആണെങ്കിലും ഇതിൽ ധാരാളമായിട്ട് വൈറ്റമിൻ എ, സി, B6, ഫോളേറ്റ്, ആന്റി ഓക്സിഡൻസ്, ഫൈബർ ഇതെല്ലാം ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ആറാമത്തത് സവാളയാണ്. കാലറി കുറവാണെങ്കിലും നല്ല രീതിയിൽ വൈറ്റമിൻ സി, B6, ഫോളേറ്റ്, ആന്റി ഓക്സിഡൻസ് ഒക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതിലുപരി ക്വേർസിറ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്ലേവനോയിഡ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ഫാറ്റിന്റെ അക്യുമുലേഷൻ കുറയ്ക്കാനും കാലറി ബേണിംഗ് കൂട്ടാനും സഹായിക്കുന്നു. ഫൈബർ കണ്ടന്റും പ്രീബയോട്ടിക്കും അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ദഹനം മെച്ചപ്പെടുത്താനും ബെല്ലി ഫാറ്റ് കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു. ഇതിൽ അടങ്ങിയിട്ടുള്ള സൾഫർ കോമ്പൗണ്ട്സ് LDL പോലുള്ള ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാനും അതുവഴി BP കുറയ്ക്കാനും സഹായിക്കുന്നു. ഇതൊരു നാച്ചുറൽ ഡയോറിറ്റിക് ആണ്. അതുപോലെ തന്നെ ബോഡി ഡീടോക്സിഫൈ ചെയ്യാനും ഇത് സഹായിക്കുന്നു. ഏഴാമത്തത് തക്കാളിയാണ്. ഇതും ഒരു ലോ കലറി ഹൈ ഫൈബർ ഫുഡാണ്. 95% വെള്ളമാണ്. വൈറ്റമിൻ സി, ആന്റി ഓക്സിഡൻസ് റിച്ച് ആണ്.
നാച്ചുറൽ ഡീടോക്സിഫയർ ആണ് തുടങ്ങിയ ഒട്ടനവധി ഗുണങ്ങൾ തക്കാളിക്കുണ്ട്. ഇന്ന് നമ്മൾ ഈ ഒരു 7 വെജിറ്റബിൾസിനെ കുറിച്ച് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. ഇനിയും നമ്മുടെ ലിസ്റ്റിൽ ഒരുപാട് പച്ചക്കറികൾ ബാക്കിയുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് നാളെ സംസാരിക്കാം. ഇനി ഇന്നത്തെ വിശേഷത്തിലേക്ക് പോവാം. ഇന്ന് എന്റെ നോ എക്സസൈസ് ഡേ ആണ്. രാവിലെയും വൈകിട്ടും എക്സസൈസ് ചെയ്തില്ല. ഒരു യാത്രയിലായിരുന്നു, അതുകൊണ്ട് എക്സസൈസ് ചെയ്യാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ രാവിലെ 2 ഗ്ലാസ് വെള്ളമായിരുന്നു നോർമലി കുടിച്ചിരുന്നെങ്കിൽ ഇന്ന് 1 ഗ്ലാസ് മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. യാത്ര ചെയ്യുമ്പോൾ നമുക്ക് അധികം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ യൂറിൻ പാസ് ചെയ്യാനൊക്കെ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് 1 ഗ്ലാസ് മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് ഞാൻ കഴിച്ചത് 2 ഇഡ്ഡലിയും സാമ്പാറും ചട്നിയുമാണ്. ഇന്ന് രാവിലെ യാത്രയിലായതുകൊണ്ട് ചെറുതായി തലവേദന ഉണ്ടായിരുന്നു. അതുകൊണ്ട് കൂടെ 1 ഗ്ലാസ് മധുരം ഇടാത്ത ചായ കൂടി കഴിച്ചു. ഒരു 12 മണിയായപ്പോൾ വിശന്നു. അപ്പോൾ ഒരു റോബസ്റ്റ പഴം കഴിച്ചു. ലഞ്ചിന് കഴിച്ചത് കുറച്ച് ചെറുപയറും കായയും ഇട്ട പുഴുക്കും മുരിങ്ങയിലുപ്പേരിയും 4 ചെറിയ ചിക്കൻ പീസുമാണ്. വൈകിട്ട് 5 മണിക്ക് കഴിച്ചത് ചപ്പാത്തിയും 3 ചിക്കൻ പീസും സാലഡുമാണ്. കൂടെ ഒരു റോബസ്റ്റ പഴം കൂടി കഴിച്ചു. ഇന്ന് ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു 5 മണിയുടെ ഭക്ഷണത്തോടു കൂടി ഇന്നത്തെ ഫുഡിങ് അവസാനിപ്പിച്ചു. ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.